നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രം ഈ കർക്കിടക മാസത്തെ ഫലമാണ് ഉത്രാടം നക്ഷത്രം നമ്മൾ ഇവിടെ പറയുന്നത്. പല കാര്യങ്ങളിലും സമ്മിശ്രമായ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്നത്. തോറ്റെന്നും ജയിച്ചെന്നും പറയാനാവാത്തൊരു സ്ഥിതി വരാം. അതായത് നടക്കും നടക്കാതിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതാണ്. വ്യാപാരത്തിൽ കുറച്ചൊക്കെ മെച്ചം ഭവിക്കും, എന്നാൽ കൂടുതൽ മുതൽ മുടക്ക് ഇപ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ഏർപ്പെടുന്ന ബിസിനസ്സിൽ അതിൽ ലാഭം കണ്ടെത്താൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് ഈ വസ്തു ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ നല്ല കമ്മീഷൻ കിട്ടാനൊക്കെ ഉള്ള ഒരു സമയമാണ്. കുടുംബബന്ധങ്ങളിൽ ചെറിയ നിരാശ ഉണ്ടാവാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വഴക്കിനും തർക്കത്തിനൊന്നും പോകാതെ പ്രശ്നങ്ങൾ ജമ്യമായി പരിഹരിക്കുക. എന്നാൽ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. സന്തോഷം അമിതമായി ലഭിക്കുന്ന ഒരു സമയമാണ്. ജനന സമയത്തെ ആശ്രയിച്ചിരിക്കും. പിന്നീട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും വളരെ ശ്രദ്ധിച്ച് വേണം. എടുത്തുചാട്ടം നിങ്ങൾക്ക് നല്ലതല്ല. ഈ സമയത്ത് എടുത്തുചാട്ടം ഇല്ലാതെ വളരെ ആലോചിച്ച് സാവകാശം കാര്യങ്ങൾ നീക്കുക. പിന്നെ വായ്പ തിരിച്ചടവ് വൈകിയാലും പക്ഷെ അത് മുടങ്ങില്ല. അപ്പോൾ ഒരു മാസം അടയ്ക്കേണ്ട ദിവസം കഴിഞ്ഞാലും 2-3 ദിവസം കഴിഞ്ഞാലും അടയ്ക്കാനുള്ള തുക വന്ന് ചേരും. പിന്നെ മക്കളുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം ഉണ്ടാകും. സ്വന്തമായുള്ള ആരോഗ്യ പരിശോധനകളിൽ അലംഭാവം കാണിക്കരുത്. എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ടുന്ന ചികിത്സ തേടേണ്ടതാണ്. അതിനകത്ത് ഒരു ഉപേക്ഷ വിചാരിക്കരുത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ ജോലിയിൽ അമിതമായി ശ്രദ്ധ ചെലുത്തുക. അവിടെ നിങ്ങൾ മടി കാണിക്കരുത്. നല്ല ശ്രദ്ധയോടുകൂടി ജോലിയിൽ ഏർപ്പെടുക. വിദേശത്ത് നിൽക്കുന്നവർ പ്രധാനമായിട്ടും വീട്ടിൽ മാതാപിതാക്കളോട് പറഞ്ഞ് അവരെ കൊണ്ട് ക്ഷേത്രങ്ങളിൽ ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വിദേശത്ത് നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ലത് മൃഗസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നു. ശിവക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ്. ഭാര്യാഭർത്തൃബന്ധം ഐക്യതപ്പെടാനും നല്ല ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. പൂജാകർമ്മങ്ങൾ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് നിൽക്കുന്നവർക്ക് അവർക്ക് ഇപ്പം വിദേശത്ത് നിൽക്കുന്നവർക്ക് ക്ഷേത്രങ്ങളിൽ പോകാനുള്ള സമയം കിട്ടുകയോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടോ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നാട്ടിൽ പ്രത്യേകിച്ച് അമ്മമാർ അമ്മ കൊണ്ടോ അച്ഛൻ വഴിയോ അതിനുവേണ്ട വഴിപാടുകൾ ചെയ്യുക. തിരുമേനിക്ക് ക്ഷേത്രത്തിലെ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുന്നതും വളരെ നല്ലതാണ്. മറ്റ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ചിങ്ങമാസ ഫലങ്ങൾക്കായിട്ട് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരാനുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.